ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും DGMOമാർ തമ്മിലുള്ള ചർച്ച വൈകുന്നു. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള രണ്ടാം ഘട്ട ചർച്ച ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ചർച്ച വൈകിട്ട് 5 മണിയിലേക്ക് മാറ്റി. ചർച്ചയ്ക്ക് മുന്നോടിയായി 3 സൈനിക മേധാവിമാരും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അർജുൻ പീതാംബരൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അർജുൻ, എന്തുകൊണ്ടാണ് ചർച്ച വൈകുന്നത്? ഇപ്പോഴത്തെ ഈ വൈകൽ വെറും സാങ്കേതികം മാത്രമാണ്, മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അത് വൈകിട്ടോടുകൂടി തന്നെ തുടങ്ങും. അതായത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സമയം 5 മണി എന്നാണ്. 5 മണിയോടുകൂടി തന്നെ നിലവിൽ ഈ DGMO തലത്തിലുള്ള ചർച്ച അത് തുടങ്ങുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. നേരത്തെ 12 മണിക്ക് തുടങ്ങുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. പിന്നീട് അത് 1 മണിക്ക് തുടങ്ങി എന്നുള്ള തലത്തിൽ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്തായാലും ചില സാങ്കേതിക കാരണങ്ങളാൽ അത് ഇതുവരെയായിട്ടും തുടങ്ങാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഹോട്ട്ലൈൻ ചർച്ചയാണ്. പല സാങ്കേതിക കാരണങ്ങളും അങ്ങനെ ഉണ്ടാവാറുണ്ട്. വൈകിട്ട് 5 മണിക്ക് എന്തായാലും ഈ ചർച്ച ആരംഭിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരു ഉന്നതതല യോഗം ചേർത്തിരുന്നു. അതായത് നിലവിൽ ഇന്ത്യ എടുക്കാൻ പോകുന്ന നിലപാട്, ഈ യോഗത്തിൽ അറിയിക്കാൻ പോകുന്ന കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അതൊക്കെ സൈനിക മേധാവി തലത്തിലും അത് ചർച്ചയായിരുന്നു. ഇക്കാര്യങ്ങൾ അടക്കം എന്തായാലും ചർച്ചയിൽ വൈകിട്ട് ഉന്നയിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ, അത് പല കാര്യങ്ങളും അവിടുത്തെ മന്ത്രിമാരടക്കം വ്യക്തമാക്കിയിരുന്നു. ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊരു ചർച്ചയ്ക്കും അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറാകില്ല. അത് സൈനിക തലത്തിലും അതിനുശേഷം ഭരണകൂട തലത്തിലും തലവന്മാരായിട്ടെല്ലാം തന്നെ ഇന്ത്യ ചർച്ച ചെയ്തിരുന്നു. അതിൽ നിലപാട് നമ്മുടെ ഭരണ കേന്ദ്രങ്ങൾ എന്തായാലും അറിയിച്ചിട്ടുണ്ട് രാജീവ് ഗായോട്. വൈകിട്ട് ഈ കാര്യങ്ങളടക്കം എന്തായാലും ചർച്ചയാകും. ഒരു അവസാനപ്പെട്ട മിനുക്കുമണി എന്നപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകണം, എന്തൊക്കെ ഉന്നയിക്കണം, ഈ സൈനിക തലത്തിലുണ്ടാകുന്ന പിന്മാറ്റം അല്ലെങ്കിൽ തുടർ നടപടികൾ അത് ഏത് രീതിയിൽ വേണമെന്നുള്ള കാര്യം ഒരു അവസാന ഘട്ടത്തിൽ ഈ പ്രധാനമന്ത്രിയായിട്ടും അതുപോലെ തന്നെ മറ്റ് സൈനിക മേധാവികളുമായിട്ടും സംസാരിച്ചിരുന്നു. ഒരുപക്ഷെ അതാവാം വൈകിട്ടെന്നടക്കം ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ ഈ ചർച്ച ആരംഭിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. ശരി, ഇരു രാജ്യങ്ങളിലെയും സൈനിക മേധാവിമാർ തമ്മിൽ മിലിറ്ററി ഓപ്പറേഷൻസ് DGമാർ തമ്മിലുള്ള കൂടിക്കാഴ്ച 5 മണിയിൽ മാറ്റിയിരിക്കുന്നു. 12 മണിക്ക് യോഗം ചേരാനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം. ഇതിനിടയിൽ സേനാ മേധാവികൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. വിശദാംശങ്ങളാണ് അർജുൻ പീതാംബരൻ നൽകിയത്.